السلام عليكم ورحمة الله وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين. صدق الله العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. يا رب أعط لنا علما وفهما كما أعطيت يا ربنا للشيخ والزاني. نور إله السماء قلب الغريب كما نورت قلب إمام من الناس والزانين. فاعلموا يوم سيدنا ومولانا محمد ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ചുകൂടൽ കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മഹത്തായ ഭവനത്തിൽ നാം ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ സ്വർഗത്തിൽ അള്ളാഹു നമ്മയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞുപോയ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്നും രോഗികളായിട്ടുള്ള എല്ലാവർക്കും അള്ളാഹു പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഹാജിമാർ പരിശുദ്ധമായ മക്കയിലേക്ക് പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മക്കയിലെത്തുന്ന ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി മക്കയിലെത്തുന്ന ഹാജിയെ സംബന്ധിച്ചിടത്തോളം ആ ഹജ്ജ് കർമ്മത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം പരിശുദ്ധമായ കഅബ ശരീഫാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട് ധാരാളം അമലുകളുണ്ട്. അറഫയിൽ നിൽക്കൽ, മുസ്ദലിഫയിൽ രാപാർക്കൽ, മിനയിൽ താമസിക്കൽ, ജംറകളിൽ കല്ലെറിയൽ തുടങ്ങി ഹജ്ജിന്റെ അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അത് പരിശുദ്ധമായ കഅബ ശരീഫാണ്. പരിശുദ്ധമായ മക്കയിലെത്തിയ ഹാജിമാർക്ക് മാത്രമല്ല, ലോകത്തിന്റെ ഏതു ഭാഗത്തുള്ള ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് പരിശുദ്ധമായ കഅബ ശരീഫ് എന്നുള്ളത്. അത് വീട്ടിലായിരുന്നാലും അതുപോലെ ഓഫീസിലായിരുന്നാലും കച്ചവട സ്ഥാപനത്തിലായിരുന്നാലും പള്ളിയിലായിരുന്നാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അത് കഅബ ശരീഫാണ്. അതുപോലെ ഹജ്ജിന്റെ അമലുകൾ ചെയ്യുമ്പോഴും ആ ഹാജിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഅബ ശരീഫാണ്. മിൻ റമ്മിൻ വനഹരിൻ വഹൽഖിൻ വവഖൂഫിൻ ബിഅറഫ, അറഫയിൽ നിൽക്കൽ, ജംറകളിൽ കല്ലെറിയൽ, ബലിദാനം നിർവഹിക്കൽ, വനഹവിഹ, ഇതുപോലുള്ള ഹജ്ജുമായി ബന്ധപ്പെട്ട ഏതൊക്കെ അമലുകൾ ചെയ്യുന്നുണ്ടോ ആ അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പരിശുദ്ധമായ കഅബ ശരീഫ് എന്നുള്ളത്. ഈ അമലുകളെല്ലാം ചെയ്യുമ്പോൾ കഅബയെ മുന്നിടിച്ചുകൊണ്ട് കഅബയ്ക്ക് അഭിമുഖമായിട്ട് ചെയ്യുക എന്നുള്ളത് ഓരോരുത്തരുടെയും കടമയാണ്.
അതുപോലെ തന്നെയാണ് നാം ഏതൊരു ഇബാദത്ത് ചെയ്യുകയാണെങ്കിലും പരിശുദ്ധമായ കഅബയെ നാം മുന്നണിയിക്കണം. വുദു എടുക്കുമ്പോൾ നമ്മൾ സാധാരണ വുദു എടുക്കാറുണ്ട്, പല ഭാഗത്തേക്കും തിരിഞ്ഞുകൊണ്ടാണ് നാം വുദു എടുക്കാറ്. എന്നാൽ വുദു എടുക്കുമ്പോൾ നാം മുന്തിക്കേണ്ടത്, നാം തിരിഞ്ഞു നിൽക്കേണ്ടത് പരിശുദ്ധമായ കഅബയിലേക്കാണ്. കുളിക്കുമ്പോഴും നാം തിരിഞ്ഞു നിൽക്കേണ്ടത് പരിശുദ്ധമായ കഅബയിലേക്കാണ്. തയമ്മം ചെയ്യുമ്പോഴാകട്ടെ, ബാങ്ക് വിളിക്കുമ്പോഴാകട്ടെ, ഇഖാമത്ത് കൊടുക്കുന്ന സമയമാകട്ടെ, ഏതൊരു കാര്യത്തിലും നാം മുന്നിടേണ്ടത് പരിശുദ്ധമായ കഅബയിലേക്കാണ്. അതുപോലെ തന്നെ നാം ചുമ്മാ വെറുതെ ഇരിക്കുകയാണെങ്കിലും ആ ഇരുത്തത്തിലും നാം അഭിമുഖീകരിക്കേണ്ടത്, നാം തിരിഞ്ഞിരിക്കേണ്ടത് പരിശുദ്ധമായ കഅബയിലേക്കാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കട്ടെ, അതുപോലെ വെള്ളം കുടിക്കാൻ വേണ്ടിയാകട്ടെ, അതുപോലെ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണെങ്കിൽ പള്ളിയിലാകുമ്പോൾ പടിഞ്ഞാട്ട് തിരിഞ്ഞാണ് നാം ഇരിക്കാറ്. നമ്മുടെ വീടുകളിലാണെങ്കിലും ഖുർആൻ പാരായണത്തിന് വേണ്ടി നാം ഇരിക്കുമ്പോഴും അറിവ് പഠിക്കാൻ, പാഠങ്ങൾ പഠിക്കാൻ നമ്മുടെ മക്കളെ ഇരുത്തുമ്പോഴും നാം ശ്രദ്ധിക്കേണ്ടത് അവരെ ഖിബിലയ്ക്ക് തിരിഞ്ഞ് ഇരുത്തുക എന്നുള്ളത് അത് സുന്നത്താണ്. രേഖപ്പെടുത്തുകയാണ്, ഒരു വിശ്വാസിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു നല്ല കാര്യത്തിന് വേണ്ടി അവൻ ഇരിക്കുന്നുവോ ആ ഇരുത്തങ്ങളെല്ലാം അല്ലാഹുവിന്റെ കഅബയെ അഭിമുഖീകരിച്ചുകൊണ്ട് പരിശുദ്ധമായ കഅബയെ മുന്നിടിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഒരു മനുഷ്യൻ ഉറങ്ങാൻ വേണ്ടി കിടക്കുകയാണെങ്കിൽ ആ ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോഴും അവൻ നേരിടേണ്ടത് അവന്റെ ഹൃദയത്തെയും അവന്റെ മുഖത്തെയും നേരിടേണ്ടത് അത് പരിശുദ്ധമായ കഅബയിലേക്ക് തന്നെയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംറു ബി ഫിറാശിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കാനുള്ള സമയമായി കഴിഞ്ഞാൽ വിരിപ്പ് വിരിച്ചിടാൻ വേണ്ടി ആവശ്യപ്പെടും. അങ്ങനെ വിരിപ്പ് വിരിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിടക്കാൻ വേണ്ടി വിരിപ്പ് വിരിക്കപ്പെട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിരിപ്പിലേക്ക് വന്ന് കിടക്കുമ്പോൾ ഖിബിലക്ക് അഭിമുഖമായിട്ട് പടിഞ്ഞാട്ട് തിരിഞ്ഞായിരുന്നു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുമ്പോൾ ആ കിടപ്പ് ഖിബിലക്ക് അഭിമുഖമായിരുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം കിടക്കുമ്പോൾ നാം നേരിടേണ്ടത്, നാം മുന്നിടിക്കേണ്ടത് പരിശുദ്ധമായ കഅബയിലേക്ക് തിരിഞ്ഞ് പടിഞ്ഞാട്ട് തിരിഞ്ഞായിരിക്കണം നാം കിടന്നുറങ്ങേണ്ടത്. അതുപോലെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ആവശ്യ നിർവഹണം നടത്തുമ്പോൾ മറയല്ലാത്ത സ്ഥലങ്ങളിൽ നാം നമ്മുടെ ആവശ്യ നിർവഹണങ്ങൾ നടത്തുമ്പോൾ, മലമൂത്ര വിസർജനം നടത്തുമ്പോൾ ഖിബിലയ്ക്ക് മുന്നിട്ട് കൊണ്ട് ചെയ്യൽ അത് തനിച്ച ഹറാമാണ്, തെറ്റാണ്. ശാഫിഈ മദ്ഹബ് പ്രകാരം മറയുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഹനഫി മദ്ഹബ് പ്രകാരം മറയുണ്ടെങ്കിലും പറ്റൂല. ഖിബിലയ്ക്ക് അഭിമുഖീകരിച്ചുകൊണ്ട് മലമൂത്ര വിസർജനം മറയുണ്ടെങ്കിൽ പോലും പറ്റുകയില്ല എന്ന് ഫുഖഹാക്കൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്, ഇദാ അതൈതുൽ ഗായിത, നിങ്ങൾ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ചെന്നാൽ ഫലാ തസ്തഖ്ബിലുൽ ഖിബ്ല വലാ തസ്തദ്ബിറുഹാ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ഖിബ്ലയ്ക്ക് മുന്നിട്ടോ പിന്നിട്ടോ നിങ്ങൾ മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ദീർഘിപ്പിക്കുകയല്ല. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ സകലമായ നല്ലതായ എല്ലാ സർവ്വ പ്രവർത്തനങ്ങളിലും കഅബയെ മനസാ വാചാ കർമ്മണ അതിനെ മുന്നിടലും അതിനെ ആദരിക്കലും ഓരോ വിശ്വാസിയുടെയും കടമയാണ്. വമൻ യുഅദ്ദിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. വമൻ യുഅദ്ദിം ശആഇറല്ലാഹ്, ആര് അല്ലാഹുവിന്റെ ചിഹ്നങ്ങൾ ബഹുമാനിക്കുന്നുവോ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് ഹൃദയത്തിന്റെ തഖ്വയാണ്, ഹൃദയത്തിന്റെ ഭയഭക്തിയാണ്. അല്ലാഹുവിന്റെ ഭവനമാവുന്ന കഅബയെ ബഹുമാനിക്കൽ, അതിനെ ആദരിക്കൽ, അത് തഖ്വയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ്
അതോടൊപ്പം അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ട ഒന്നാണ് ഉദ്ഹിയ്യത്ത് മൃഗം എന്നുള്ളത്. അത് അള്ളാഹുവിന്റെ ശായിറിൽപ്പെട്ടതാണ്, അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ഹിയ്യത്തുമായി പരിശുദ്ധമായ ഖുർആനിൽ 4 കാര്യങ്ങളാണ് നമുക്ക് വ്യക്തമാക്കി തരുന്നത്, നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒന്നാമതായി ഉദ്ഹിയ്യത്ത് കർമ്മം നാം നിർവഹിക്കുമ്പോൾ, ഉദ്ഹിയ്യത്ത് നിർവഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയ നന്മയാണ് അവന് ലഭിക്കുക, വലിയ ഗുണമാണ് അവന് ലഭിക്കുക. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുകയാണ്, വൽ ബുദന, ബലിയൊട്ടകങ്ങൾ, ജഅൽനാഹ ലക്കും മിൻ ശആഇരില്ലാഹ്, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ചിഹ്നമായി ബലിയൊട്ടകങ്ങളെ അല്ലാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിരിക്കുകയാണ്. ലക്കും ഫീഹാ ഖൈർ, അതിൽ നിങ്ങൾക്ക് ധാരാളം ഖൈറുകൾ ലഭിക്കുന്നതാണ്. ആ ബലിമൃഗങ്ങളെ അറുക്കുന്നതിലൂടെ ധാരാളം ഗുണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയാണ്. നിങ്ങളുടെ മക്കളിൽ, നിങ്ങളുടെ സമ്പത്തിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ബലി അറുക്കുന്നതിലൂടെ വലിയ നന്മകളാണ് അല്ലാഹു നൽകുന്നത്. മഹാനായ റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുകയാണ്, നഫഉൻ കസീറുൻ ഫിദ് ദുനിയാ, ഉദ്ഹിയ്യത്ത് അറുക്കുന്നവന് ദുനിയാവിൽ ധാരാളം നന്മകളാണ് ലഭിക്കുക. വഅജ്റുൻ അളീമുൻ ഫിൽ ഉഖബാ, പരലോകത്ത് വലിയ പ്രതിഫലവുമാണ് അവന് ലഭിക്കുക. അതുകൊണ്ട് ഉദ്ഹിയ്യത്ത് അറുക്കുന്നതിലൂടെ വലിയ പ്രതിഫലമാണ്, വലിയ നന്മകളാണ് ലഭിക്കുക. രണ്ടാമത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉദ്ഹിയ്യത്തിനെ ബഹുമാനിക്കൽ, ഉദ്ഹിയ്യത്തിന്റെ മൃഗത്തെ ബഹുമാനിക്കൽ, അത് തഖ്വയാണ്, അല്ലാഹുവിനോടുള്ള ഭയഭക്തിയാണ്. വമൻ യുഅള്ളിം ശആയിറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കൽ അത് ഹൃദയത്തിന്റെ തഖ്വയാണ്, അല്ലാഹുവിനോടുള്ള ഭയഭക്തിയാണ്. ഉദ്ഹിയ്യത്തിനെ നാം ബഹുമാനിക്കണം. മൂന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്, നാം ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കുമ്പോൾ തഖ്വയോടുകൂടിയായിരിക്കണം നാം നിർവഹിക്കേണ്ടത്. ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ, നിങ്ങൾ ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കുമ്പോൾ അതിന്റെ രക്തമോ മാംസമോ റബ്ബിലേക്ക് എത്തുന്നില്ല. വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, നിങ്ങളിൽ നിന്നും അല്ലാഹു സ്വീകരിക്കുന്നു നിങ്ങളുടെ ഭക്തിയാണ്, നിങ്ങളുടെ ഭയഭക്തിയാണ് അല്ലാഹു തആല സ്വീകരിക്കുന്നത്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുകയാണ്, ലാ യഹ്മിലുഹും അലാ മാ യഅതൂനഹു വയദറൂനഹു ഇല്ലാ ഹാദൽ ഇബ്തിഗാ. ആരോ ഏതൊരാൾ ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കുന്നുവോ അല്ലാഹുവിന്റെ തൃപ്തി മാത്രമാണ് അതിലൂടെ അവൻ കരുതാൻ പാടുള്ളൂ, വേറൊരു ചിന്തയും അവന്റെ മനസ്സിലുണ്ടാകാൻ പാടില്ല. വമാറാതു ദാലിക, അതിന്റെ അടയാളം എന്താണെന്നറിയുമോ? ഫുഖഹാകൾ, മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുകയാണ്, അല്ലാ യസ്തസ്കില വലാ യതബറമു ബിശൈഇൻ മിമ്മാ ഫഅലഹു ഔ തറകഹു. അവന് ആ ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കുന്നതിലൂടെ, അതിന് പേര് കൊടുക്കുന്നതിലൂടെ, അതിനൊരു ഓഫർ കൂടുന്നതിലൂടെ അവനൊരു ഭാരവും തോന്നൂല. ഇത് അന്യാള് വിളിച്ച് ചോദിക്കുകയാണെന്നാണ് കൂടിയേക്കാം, ഇങ്ങനൊരു മനം തോന്നുകയില്ല. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഒരു ഭാരമായിട്ട് അവന് തോന്നാൻ പാടില്ല, ഒരു ലുപ്തതയും അവന്റെ മനസ്സിൽ, ഒരു പിശുക്കും അവന്റെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല. അതാണ് അതിന്റെ തെളിവ്. തഖ്വയോടുകൂടി ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കുന്നവന്റെ തെളിവ്, അതിന്റെ അടയാളം. അവന്റെ ഹൃദയത്തിൽ ഒരു ഭാരം അവൻ അനുഭവപ്പെടുകയില്ല, അവനൊരു ലുബ്ധതയും തോന്നുകയില്ല. ഇത് അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് വഴിപ്പെടലാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ച കൽപ്പന അനുസരിക്കലാണ്. ഈ ചിന്തയായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. അങ്ങനെ നല്ല തഖ്വയോടുകൂടി ഉദ്ഹിയ്യത്ത് കർമ്മം നാം നല്ല ഇഖ്ലാസോടുകൂടി നിർവഹിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. നാലാമതായി പറയട്ടെ, പരിശുദ്ധമായ ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കുന്നതിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്, ധാരാളം ആപത്തുകൾ തട്ടിമാറ്റാൻ അത് കാരണമായി തീരുന്നു. അല്ലാഹു സൂറത്തുൽ ഹജ്ജിലെ 38-ാമത്തെ ആയത്തിൽ ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെടുന്ന ആ വിഷയം പറയുന്നതിന്റെ കൂട്ടത്തിൽ അല്ലാഹു തആല പറയുകയാണ്,
തട്ടിമാറ്റുന്നതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് വലിയ വിഷമമാണ് ഉളിയത്ത് കർമ്മത്തിന്റെ കാര്യം പറയുമ്പോൾ വലിയ വിഷമമാണ്. എന്നാൽ ഒരു ചെറിയ വരി വന്നാൽ മതി. ഒരു തലവേദന വന്നിട്ട് ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അത് സ്കാൻ ചെയ്യണം അല്ലെങ്കിൽ മറ്റു ചെയ്യണമെന്ന് പറയുമ്പോൾ 10,000 20,000 അതിനപ്പുറവും കൊടുത്തുകൊണ്ട് നാം അതിനുവേണ്ടി തയ്യാറാകുമ്പോൾ അല്ലാഹു തആല പറയുകയാണ്, അതിലേക്ക് പോകാതെ അല്ലാഹു നിങ്ങളെ തട്ടിമാറ്റും, നിങ്ങളെ രക്ഷപ്പെടുത്തും. പരിശുദ്ധമായ ഉളിയത്ത് കർമ്മം നിങ്ങൾ നിർവഹിച്ചാൽ, അതിൽ പങ്കുചേർന്നാൽ അസുഖങ്ങളുള്ളവന്റെ അസുഖങ്ങൾ അല്ലാഹു മാറ്റിക്കൊടുക്കുകയാണ്. ഇത് ഖുർആനാണ്. അല്ലാഹു തആല ഖുർആനിലൂടെ പ്രഖ്യാപിച്ച കാര്യമാണ്. അപകടങ്ങളിൽ നിന്നും അല്ലാഹു രക്ഷപ്പെടുത്തുകയാണ്. സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു പരിഹാരം കാണുകയാണ്. എല്ലാ പെടുമരണങ്ങളിൽ നിന്നും ദുർമരണങ്ങളിൽ നിന്നും അല്ലാഹുവിന്റെ കാവൽ ലഭിക്കുകയാണ്. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു മോചനം നൽകുകയാണ്. അല്ലാഹുവിന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ഉളിയത്ത് കർമ്മം നിർവഹിക്കുമ്പോൾ ഈ 4 ഗുണങ്ങൾ ലഭിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട മുഅ്മിനേ സഹോദരന്മാരെ, കഴിയുന്നവർ കഴിയുന്നതനുസരിച്ച് ഉളിയത്ത് കർമ്മത്തിൽ പങ്കെടുക്കണം. അത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വർഷത്തേക്കാളും ഉപരി കഴിവുള്ളവർ കഴിവനുസരിച്ച് ഉളിയത്ത് കർമ്മത്തിൽ പങ്കെടുക്കാൻ അല്ലാഹു നമ്മെ ഏവർക്കും തൗഫീഖ് നസീബാക്കുമാറാകട്ടെ.